അതാരുടെ എഴുത്തായിരുന്നു എന്ന് അന്വേഷിക്കണ്ട. പൊളിറ്റിക്കൽ എക്സ്പീരിയൻസ് കുറവാണെങ്കിലും സ്വാധീനമുള്ള ചില ആളുകളുടെയൊക്കെ സഹായം എനിക്കുണ്ട്. സ്വാധീനമുള്ളവരെ കൊണ്ട് എനിക്കുണ്ടായത് ഉപദ്രവമാണ്. ഒരു 4 ദിവസം ലോക്കപ്പിലോ ജയിലിലോ കിടക്കാനുള്ള അവസരം ഉണ്ടായിരുന്നെങ്കിൽ ഞാനിന്ന് എവിടെയോ എത്തുമായിരുന്നു. ഇത് അതിന് സംബന്ധിക്കാതെ ഇപ്പൊ എനിക്ക് ബോധ്യമായി. ഞാൻ നന്നാവുന്നൊന്നും കാർക്കും സഹിക്കില്ല. എടാ, നിന്റെ ഭ്രാന്ത് പൊയ്ക്ക് അവിടുന്ന്. മേലാലെന്റെ കൺമുമ്പിൽ കണ്ടുപോരുത്. എല്ലാം കൊണ്ടും നമ്മളിതിൽ തോറ്റു. പോലീസിന് ആരും ഒറ്റിക്കൊടുത്തെന്ന് എനിക്ക് സംശയമുണ്ട്. അല്ലെങ്കിൽ ആ സമയത്ത് എങ്ങനെ അവരവിടെ എത്തി? ഇപ്പോഴതൊന്നും തിരക്കണ്ട. കൂടുതൽ ശക്തിയോടെ ആലോചിച്ച് വേണം അടുത്ത പ്ലാൻ. ദേവൻ എന്ത് പറയുന്നു? കൃഷ്ണകുമാറും മകനും നിങ്ങളുടെ സഹായത്തോടെ ഫാക്ടറിയിൽ നിന്ന് പലതും കടത്തിയിട്ടില്ലേ? മോട്ടറും ചെമ്പുകമ്പികളും സീലിംഗ് ഫാൻ അടക്കം കോടിക്കണക്കിന് രൂപയുടെ. അതൊക്കെ ഇപ്പൊ പറയുന്നത് എന്തിനാ? ആ കളവ് പരസ്യമായി വെളിച്ചത്ത് കൊണ്ടുവരണം. ഫാക്ടറി മുതൽ കട്ടുമുടിച്ചതിന് അവരെ കുറ്റക്കാരാക്കണം. ദേവൻ എന്തറിഞ്ഞാണ് ഈ പറയുന്നത്? ഓരോ സമരത്തിനും ഫാക്ടറി അടച്ചിടുമ്പോഴാണ് ഈ കളവുകൾ അധികവും നടന്നത്. ഞങ്ങളടക്കം ഇവിടുത്തെ മിക്ക യൂണിയൻ നേതാക്കൾക്കും അന്ന് സെക്യൂരിറ്റിക്ക് വന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് വരെ ഇതിൽ പങ്കുണ്ട്. കുറ്റമേറ്റ് പറഞ്ഞാൽ ഞങ്ങളെല്ലാം പ്രതികളാവില്ലേ? സമരമില്ലാത്ത ഇപ്പോഴും ഫാക്ടറിയിൽ നിന്ന് സാധനങ്ങൾ കടത്തിക്കൊണ്ടു പോകുന്നുണ്ടല്ലോ. ഇപ്പോഴത്തെ കാര്യം ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾക്കതിൽ പങ്കില്ല. എങ്കിൽ ഞാൻ അന്വേഷിക്കാം. അത് തടയണം. ഇതെങ്ങോട്ട് കൊണ്ടുപോകുന്നു? അത് ഞാൻ പറയടാ. രശ്മിയിലേക്ക്. ഇറങ്ങടാ. ഇടവം 16 തിങ്കളാഴ്ച. മുഹൂർത്തം 9:30 എന്താ? ആവാം. ഞങ്ങളിവിടെ ചെറിയ എന്റെ അസിസ്റ്റന്റ് എൻഗേജ്മെന്റ്. ക്ഷണിച്ചില്ലെങ്കിലും എനിക്ക് വരാമല്ലോ. അയ്യോ, പിന്നെന്താ? നടക്കട്ടെ. ചടങ്ങ് കഴിഞ്ഞു. മഹേഷ് ഇരിക്കേ. ഇല്ല, എനിക്ക് ദേവനോടൊരു കാര്യം പറയാനുണ്ട്. പ്ലീസ് കം. ദേവൻ ബുദ്ധിമാനാണെന്ന് എനിക്കറിയാം. പക്ഷെ മറ്റുള്ളവരെ ഒരുതരം ഫൂളാക്കി അതിബുദ്ധി കാണിക്കരുത്. എന്റെ അച്ഛനെ പുതുവഴിയിലിട്ട് ഉപദ്രവിച്ചവരെ ഇയാളെന്തിനാ ജാമ്യത്തിലെടുത്ത്? നിങ്ങളെ സഹായിക്കാനാണ് ഞാൻ. എന്ത് സഹായം? നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ ഇന്നലെ വരെ കൂടെ എന്ന് അവർക്കറിയില്ലേ? അവരുടെ വിശ്വാസം നേടിയെടുക്കാൻ, നമുക്കെതിരെ അവർ എടുക്കുന്ന നീക്കങ്ങൾ അറിയാൻ. പിന്നെ ഒരു മുൻമന്ത്രിയുടെ ശക്തിക്കും സ്വാധീനത്തിനും അപ്പുറം ഈ ദേവനും ചില കഴിവുകളുണ്ടെന്ന് ആ ഉണ്ണിത്താനെയും കൂട്ടുകാരെയും മനസ്സിലാക്കി കൊടുക്കണമെന്ന് എനിക്ക് തോന്നി. നിങ്ങൾക്കെതിരായി പലതും ചെയ്യാൻ അവർ തുടങ്ങിയിട്ടുണ്ട്. ശരിയാണ്. ഇന്നലെ പോലീസ് ഞങ്ങളുടെ ഒരു ലോറി കസ്റ്റഡിയിലെടുത്തു. ഇത്രയും കാലത്തിനുള്ളിൽ ആദ്യമായാണ് ഞങ്ങളുടെ ഒരു ലോഡ് പിടിക്കുന്നത്. ലക്ഷങ്ങൾ നഷ്ടപ്പെടുന്നതിലല്ല, ഫാക്ടറിയിലെ ചോർച്ച പുറത്തറിഞ്ഞാൽ കുഴപ്പമാണ്. ഏതെങ്കിലും വിധത്തിൽ ദേവനൊന്ന് സഹായിക്കണം. എത്ര ചെലവായാലും ശരി, സാധനം ഇന്ന് തന്നെ രശ്മി കെമിക്കൽസിലെത്തണം.